പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. വളരെ എല്ലാ മനുഷ്യന്മാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇന്നടക്കം നടന്നുകൊണ്ടിരിക്കുന്ന പല പരിപാടികളിലും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേക മതക്കാർക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ചെയ്ത തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗക്കാർ തർക്കിക്കുന്നുണ്ട്. മറ്റു വിഭാഗക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറി, പിള്ളേരൊക്കെ വേറെ ലെവലാണ്, അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടും. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിള്ളേരെ നിങ്ങൾ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ, ഒന്നും നോക്കണ്ട, ഫുൾ സപ്പോർട്ട്. ഇതൊക്കെ പറയാൻ നീ ആരാണ്? ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണേ ഏറ്റവും നല്ലത് കേട്ടോ. അതാണ്, ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാനാണ് ഇക്കാക്ക പറയുന്നത് കേട്ടോ. അപ്പൊ മിണ്ടാതിരുന്നോളൂ, എല്ലാവരും വായി പൂട്ടി വായിക്ക് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് മിണ്ടാതിരുന്നോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇക്കാക്കൊക്കെ ചൂടാവും. ഓക്കെ, കാലഘട്ടം മാറിയെന്ന് വെച്ചിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്നും കാലം മാറോ? അത് കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ളതാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഒരിക്കലും മാറുള്ളൂ. അത് കിയാമന്നാൾ ഒരു അങ്ങനത്തരം നിലനിൽക്കും. അത് അംഗീകരിക്കാൻ കഴിവുള്ളവർക്ക് അംഗീകരിക്കാം, ഇല്ലാത്തവർ അംഗീകരിക്കണ്ട. വിശ്വസിക്കാനും അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനും ഒക്കെ അവകാശമുള്ള നാട് തന്നെയാണ്. ഓരോ ആൾക്കാരുടെ വിശ്വാസം അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സ്വന്തം കാര്യമാണ്. അത് നീ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, പിന്നെ നീ തന്നെ മാറ്റി പറയുന്നതിൽ എന്താ മോനെ അർത്ഥമുള്ളത്? ഇസ്ലാമിൽ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു പെണ്ണും തട്ടിട്ടിട്ടാണെങ്കിലും തട്ടിടായിട്ടാണെങ്കിലും ഡാൻസ് കളിക്കല് ഹറാമ് തന്നെയാണ്. നിനക്കൊക്കെ ഈ മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കുന്നു സപ്പോർട്ട് സംസാരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് അത് ചെയ്യല് ഹറാമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇവിടെ മറ്റുള്ള ആരും തന്നെ ഒരു മതസ്ഥരായി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആളാന്നുള്ള രീതിയിലല്ല അവരെ സപ്പോർട്ട് ചെയ്തത്, മനുഷ്യനായിട്ടാണ്. നീ അതാദ്യം മനസ്സിലാക്ക്. മറ്റുള്ള മതക്കാരോട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ മോശമാണ് അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ആ പ്രശ്നം പറ്റുന്നത്. നീ ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്ക്, എന്നാ ഒരു കുഴപ്പം ഉണ്ടാവില്ല. മനുഷ്യനായിട്ട് ചിന്തിച്ചിട്ട് നീ സംസാരിക്ക്. ഓക്കെ, നിങ്ങളൊക്കെ എന്താണ് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കണം മാത്രം സപ്പോർട്ട് സംസാരിക്കാനായിട്ട്? ഇടയ്ക്കൊക്കെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒരുപാട് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അതിനൊക്കെ പോയി സപ്പോർട്ടും കൊടുക്ക്, പാവങ്ങളാണ് അവരും. മാത്രം ഡാൻസ് കളിക്കുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും കളിക്കുന്നുണ്ട്, അവരൊക്കെ പാവങ്ങളാണ്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങള്. ഓക്കെ, എടാ ഈ മണ്ടത്തരം നിന്നോട് ആരാടാ പറഞ്ഞത്? എടാ ഡാൻസില് എന്നുള്ള കലയിൽ പോലും മതം ഉൾപ്പെടുത്തുന്ന നിന്നെ പോലുള്ള മന്ദബുദ്ധികളെ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ മനുഷ്യന്മാരൊന്നും പറയില്ല. കല എന്ന് പറയുന്നത് ഡാൻസ് ആയിക്കോട്ടെ, ചിത്രം വരെ ആയിക്കോട്ടെ, പാട്ടുപാടലായിക്കോട്ടെ, കഥാപ്രസംഗം ആയിക്കോട്ടെ, കലാകാരന്മാർക്ക് ജാതിയും മതവും ഇല്ല മോനെ. നീ അതാദ്യം മനസ്സിലാക്ക്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരു മതത്തിനെ പ്രത്യേകിച്ചല്ല, മനുഷ്യനായിട്ടാണ്. ഇപ്പൊ ഓണം എന്നൊക്കെ പറയുമ്പോൾ കേരളോത്സവമാണ്. ഓണത്തിന് ഓണക്കളി കളിക്കുക അല്ലെങ്കിൽ പുലിക്കളി കളിക്കുക, എന്ത് ഓണ സംബന്ധമായിട്ട് കളിക്കുന്നതൊക്കെ മനുഷ്യന്മാരെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ പ്രത്യേക ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒരു മതത്തിനെ താഴ്ത്തുന്നതോ അല്ല. ഇത് എനിക്ക് മനസ്സിലാവാത്തത് നീ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ആദ്യം മനുഷ്യനായി ചിന്തിക്കേ. മുസ്ലിങ്ങളെ മാത്രം സപ്പോർട്ടല്ലേ? ഇതൊക്കെ എന്തിന്റെ പേരിലാന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നിന്നെ കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മോനെ. നിന്നെ കുറിച്ച് നീ വളരെ മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മോനെ. മനുഷ്യനായി ചിന്തിക്കും മോനെ. വീണ്ടും വീണ്ടും പറയുകയാണ്, മനുഷ്യനായിട്ട് ചിന്തിക്ക്, എല്ലാവരെയും മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കും മോനെ. അല്ലാതെ വെറുതെ ഇങ്ങനെ വായിട്ടലക്കല്ലേ. നീ വലിയ ബുദ്ധിമാനാണെന്ന് നിന്റെ ചിന്താഗതി നിന്നെ എവിടെയും എത്തിക്കാൻ പോകുന്നില്ല. നീ ഒരു മന്ദബുദ്ധിയാണെന്ന് നീ പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഓണം കഴിയുന്നത് വരെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ പരിസരത്തേക്ക് വരാൻ പാടില്ലാന്ന് നീ ആരാണ് പറയാനായിട്ട്? എന്റെ വീട്ടിൽ നിർത്തലാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. അത് തന്നെയാണ് നിന്നോടും ചോദിക്കാനുള്ളത്. നിന്റെ തറവാട്ട് സ്വത്തല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള അവരുടെ അവകാശം. അതാദ്യം നീ മനസ്സിലാക്ക്. നിന്റെ ചെലവിലൊന്നുമല്ല അവർ കഴിയുന്നത്. ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശമുള്ള നാട്ടിൽ തന്നെയാണ്. പിന്നെ അവരുടെ അച്ഛനമ്മക്കൊന്നും ഇല്ലാത്ത പ്രശ്നം നിനക്കെന്താടാ മോനെ? നീ അതാദ്യം മനസ്സിലാക്ക്. മനുഷ്യനായിട്ട് ചിന്തിക്കണം മോനെ, മനുഷ്യനായിട്ട് സംസാരിക്ക്. എല്ലാവരെയും സഹോദരന്മാരായിട്ട് മനുഷ്യന്മാരായിട്ട് കാണാൻ പഠിക്ക്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആഘോഷം ആഘോഷിച്ചെന്ന് കരുതി ഇവിടെ ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല മോനെ. ഒരു പ്രളയം വന്നപ്പോ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ പറയുന്ന പരിപാടിയൊക്കെ. അന്ന് എല്ലാ മനുഷ്യന്മാരും ഒന്നാണ്. 2018-ലും 2019-ലും ഒക്കെ പ്രളയം വന്നപ്പോ നീ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേക വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ അന്ന് എല്ലാവരും ഒന്നായിട്ട് നിന്നിട്ടാണ് ഈ നമ്മുടെ കൊറോണയെയും അതുപോലെ തന്നെ ഈ പ്രളയത്തെയൊക്കെ നമ്മൾ നേരിട്ടത്. നീ അത് മനസ്സിലാക്കും മോനെ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് കേട്ടോ. മനുഷ്യന്മാരായിട്ട്
നീ സംസാരിക്ക്. അന്നേ നീ ഒരു ബുദ്ധിമാനാവുള്ളൂ, അല്ലെങ്കിൽ നീ മന്ദബുദ്ധി തന്നെയാണ്. നിന്നെ ഞാനായതുകൊണ്ടാണ് മന്ദബുദ്ധി എന്നങ്ങ് വിളിച്ചത്. തീരെ ബുദ്ധിയില്ലാത്ത നിന്നെ മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ പറ്റൂല. നീ അങ്ങനെ വല്ലാതെ കേട് ഞങ്ങളിക്കൊന്നും വേണ്ട, മനസ്സിലായല്ലോ. ഇവിടെ മുസ്ലിങ്ങളെ കാര്യം നോക്കാൻ ഒരുപാട് മുസ്ലിങ്ങളും ഉണ്ട്. ഇവൾക്കൊക്കെ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്താ ശുഷ്കാന്തി. ഇവർക്ക് ഇവരെ മതങ്ങളിലുള്ള ഒരാളുകളെ സപ്പോർട്ട് ചെയ്യാൻ നേരമില്ല. അല്ലേ ഞാൻ നേരത്തെ വീണ്ടും വീണ്ടും പറഞ്ഞത്, മതങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നേരമില്ല ആയിരിക്കും ഇവിടെ. എന്തുകൊണ്ടാണ്? മനുഷ്യന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മതത്തിനെയല്ല. നമ്മൾ മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു. നിന്നെ പോലെ മന്ദബുദ്ധിയായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ പറയുള്ളൂ. മതവിശ്വാസം ഒക്കെ എല്ലാവർക്കും വിശ്വസിക്കാം, പക്ഷെ അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും. അവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതിനെ ചോദ്യം ചെയ്യാനൊന്നും നീയൊന്നും ആരുമല്ല. പിന്നെ മതപണ്ഡിതന്മാര്, മോനെ അവരെ കുറിച്ചൊന്നും നീ സംസാരിക്കണ്ട. മതപണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നും മതപണ്ഡിതന്മാര് എന്തൊക്കെയാണ് എഴുതിയെന്നും അവര് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നീ പാലിക്കുന്നുണ്ടാ? അത് നീ ആദ്യം ഉറപ്പുവരുത്ത്. ഒരു മതപണ്ഡിതനും മറ്റൊരു മതക്കാരെ ബഹുമാനിക്കണ്ടെന്നോ മറ്റൊരു മതക്കാരെ പോലെ അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താ പറയാ ഒരു വേറെ തന്നെയായിട്ട് കാണണമെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നോ ഒരു ഓണം പോലെയുള്ള ഒരു സെലിബ്രേഷൻ നമുക്ക് നടത്താൻ പാടില്ല എന്നോ ഒരു മതപണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. മോനെ നീ വെറുതെ അവരെ പോലെയുള്ള നല്ല നല്ല ആൾക്കാരാ ഇതിന്റെ അകത്ത് വലിച്ചിടല്ലേ മോനെ. നീ മന്ദബുദ്ധിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കല്ലേ മോനെ. മനസ്സിലായ? അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ആഘോഷിച്ചോ. നിങ്ങൾ ആഘോഷങ്ങൾ അതിര് കടക്കുമ്പോഴാണ് മതപണ്ഡിതന്മാരും എല്ലാത്തവരും നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത്. അങ്ങനെ പറ മോനെ, അങ്ങനെ മര്യാദയിൽ പറ. ആഘോഷിച്ചോട്ടെ, അതിരൊന്നും കടക്കുന്നില്ല. എന്താണ് അതിര് കടന്നത്? അവരിപ്പം മതത്തിന്റെ കോസ്റ്റ്യൂംസ് ഇട്ട് അവര് കള്ളു കുടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തോ? അങ്ങനെയാണെങ്കിൽ നീ ചോദ്യം ചെയ്തോ, ഓക്കെ കുഴപ്പമില്ല, നിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഓണം പോലെ ഒരു എന്താ പറയാ ഒരു കേരളോത്സവം ആഘോഷിച്ചെന്ന് കരുതി അതൊരു മഹാ തെറ്റൊന്നും ഒരു മതപണ്ഡിതനും പറയില്ല. നീ ഞാൻ പറയുന്ന ഈ കാര്യം റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്തോ നിങ്ങൾ, ഏത് ആൾക്കാരുടെ കയ്യിലായാലും. ഞാൻ എല്ലാ മതത്തിനെയും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും മനുഷ്യനായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറയാം, നീ പറഞ്ഞത് മോനെ ഇങ്ങനെ നീ പറ അവരോട്, നിങ്ങൾ ആഘോഷിച്ചോ അല്ലെങ്കിൽ അതിര് കടക്കാൻ പാടില്ല. ഓക്കെ, അവർ അതിരൊന്നും കടന്നിട്ടില്ല. ഇതിലെ ഒരു വീഡിയോസിൽ നിങ്ങൾ അവർ അതിര് കടന്നതായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുമില്ല. അങ്ങനെ ശബ്ദം ഉയർത്തുന്ന വീഡിയോസാണ് ഇവളെ പോലുള്ള ആളുകൾ വളച്ചൊടിച്ചുകൊണ്ട് വേറെ ഇത് ചിത്രീകരിക്കുന്നത്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കും നല്ലത് വന്ന് ഭവിക്കും. അതൊരു പ്രപഞ്ച വിശ്വാസമാണ്. ഇനി നല്ലത് വന്ന് ഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. അതാ ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത്, നീ എല്ലാവരെയും ആദ്യം മനുഷ്യരായിട്ട് കാണാൻ പഠിക്കുന്നു. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാല്. സ്വന്തം വർഗത്തിനെ നമ്മൾ മറന്നിരിക്കുകയാണ്. എടാ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നീ അതാദ്യം മനസ്സിലാക്ക്. അത് മനസ്സിലാക്കിയാൽ തന്നെ നീ ഒരു മനുഷ്യന്റെ എന്താ പറയാ ഒരു പൂർണ്ണ രൂപമായി. നീ ഇപ്പം വേറെന്തോ ഒരു കാര്യത്തിലാണ് നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നീ പറഞ്ഞ കാര്യം, നല്ല കാര്യം ചെയ്താൽ നല്ലത് കിട്ടുന്നുള്ളത്, ആദ്യം നീ മനുഷ്യനാകാൻ പഠിക്കുക. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാല്, മനുഷ്യത്വം. ഓക്കെ, ഇപ്പോഴത്തെ പെൺകുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാലമാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. ഫ്രീഡം എന്ന് പറയുന്നത്. കാരണം ഓരോ ആൾക്കാർക്കും വ്യക്തി സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യമൊക്കെ ഉള്ള നാടാണ്. അപ്പൊ അവര് ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവര് തീരുമാനിക്കും. ഇപ്പൊ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതിനെ കുറ്റം പറയാം. ഓക്കെ, അവരിപ്പൊ ന്യായപരമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല മോനെ. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അതിൽ പെടുത്തൂല. ഈ മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന ഡാൻസ്, മുസ്ലിങ്ങളെ മാത്രം പ്രോഗ്രാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അത് മാത്രം പ്രചരിപ്പിക്കുന്ന ചില ടീംസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഏത് ടീംസ് ആണുള്ളത്? മുസ്ലിങ്ങൾ മാത്രം ഡാൻസ് കളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. നിന്റെ തോന്നലാണത്. എല്ലാ മതത്തിൽ പെടുന്ന പെൺകുട്ടികളും ഡാൻസും കളിക്കുന്നുണ്ട്. ഇപ്പൊ നീ തന്നെ ഒരു കാര്യം മനസ്സിലാക്ക്. മതത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പൊ ഹിന്ദുസിന്റെ ആണെങ്കിൽ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പം പാലിക്കുന്നവരുണ്ടാവാം, പാലിക്കാത്ത ആൾക്കാരുണ്ടാവാം. നിയമവശാല് അവര് പാലിക്കാതിരുന്നു എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ. ഓക്കെ, അത് ഇന്ത്യൻ റൂൾസ് അല്ല അത്. നീ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മതവിശ്വാസം എന്നത് നമുക്ക് വിശ്വസിക്കാം, നിനക്കും വിശ്വസിക്കാം. എനിക്ക് വിശ്വസിക്കാതിരിക്കാം, നിനക്കും വിശ്വസിക്കാതിരിക്കാം. ഇപ്പൊ ഞാനും നീയും വിശ്വസിക്കുന്നു, ഓക്കെ. പക്ഷെ മറ്റൊരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്കിപ്പോ നാളെ ഇപ്പൊ അവനോട് നമ്മള് നീ വിശ്വസിച്ചോളേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ പേരിൽ കേസ് വരും. നീ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതിന്റെ അകത്ത് ഇപ്പൊ അവര് ഡാൻസ് കളിച്ചു, അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോ ചോദ്യം ചെയ്യാൻ നിന്നാ നീ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളോടൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അവരെ പേടിച്ചിട്ടല്ല,
അങ്ങനെയാണ്. കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്തി കളിക്കാൻ പറ്റൂല. പിന്നെ നീ പറയുന്ന ഈ ഒരു മുസ്ലിങ്ങൾ മാത്രം ഡാൻസ് കളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് വേറെ ചിന്താഗതിയാണ്. അങ്ങനെയൊന്നുമില്ല, അതല്ല നീ വെറുതെ പറയുന്നതാണ്. ഏത് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാലും ഇപ്പൊ നിനക്കറിയാം ഒരുപാട് ആൾക്കാർ സപ്പോർട്ടിനുണ്ട്. ഓക്കെ, കാരണം കൂടുതലും നിന്നെ പോലെ കോഴികളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഭവം. അതിൽ ഇന്ന മതത്തിലൊന്നുമില്ല. ഈ കോഴിത്തരത്തിന് പ്രത്യേകിച്ച് മതമേ ഇല്ല. അത് നിന്നെ പോലുള്ള ആൾക്കാർക്കേ ഉള്ളൂ കേട്ടോ. മനുഷ്യന്മാർക്കും മതം ഇല്ലട പോലെ. മതത്തിൽ വിശ്വസിക്കാം, പക്ഷെ വിശ്വസിക്കാത്ത ആൾക്കാരെ നമുക്ക് അത് അടിച്ചേൽപ്പിക്കാനും പറ്റൂല. ആദ്യം മനുഷ്യനാവുക. ഓക്കെ, ഞാനും മനുഷ്യനാണ്, നീയും മനുഷ്യനാണ്. അതാദ്യം തിരിച്ചറിയുക, അത്രേ ഉള്ളൂ. ഇസ്ലാമിനെതിരെ ആര് വന്ന് സംസാരിച്ചാലും അതിനെതിരെ മതപണ്ഡിതന്മാരും ഞങ്ങളെപ്പോലുള്ള ആളുകളും ചിലപ്പോൾ സംസാരിച്ചിരുന്നു വരും. ബുദ്ധി പിന്നെയും എടാ, ഇസ്ലാമിനെതിരെ ആരാണോ സംസാരിച്ചത്? നീ എന്തൊരു മണ്ടത്തരാണോ നീ പറയുന്നേ? മനുഷ്യന്മാരായിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതിന്റെ അകത്ത് ആരെങ്കിലും പറഞ്ഞോ ഇസ്ലാമിനെതിരെ സംസാരിച്ചു എന്ന്? ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസിൽ. ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. വിശ്വസിക്കുന്ന ആളെ നമുക്ക് വിശ്വാസം തകർച്ചപ്പെടുത്താനോ വിശ്വസിക്കാത്ത ആൾക്കാരെ നമുക്ക് ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാനോ നമുക്ക് പറ്റൂല എന്നാണ് പറഞ്ഞത്. ആരാണ് ഇവിടെ മുസ്ലിം മതക്കാരെ കുറ്റം പറഞ്ഞത്? എടാ, നിന്നെ പോലെയുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മാന്യമായ ആൾക്കാർ പരസ്പരം അടിപ്പിക്കുന്ന ആൾക്കാർ. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരു കൊടക്കീഴില് നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നാട്ടില് നിന്നെ പോലുള്ള ആളാണ് അവരെ തമ്മിൽ അടിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ കൂടുതൽ വലിയ വായിൽ വർത്താനം പറയരുത് കേട്ടാ. ഇവിടെ മനുഷ്യന്മാര് തീരുമാനിക്കും. അതനുസരിച്ച് നിനക്കൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എടാ, നീ പറഞ്ഞതല്ലേ ഈ പണ്ഡിതന്മാരെ കുറിച്ച്, മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് നീ പറയുന്നതല്ലേ? അവര് പറയട്ടെ, അവരങ്ങനെ പറയില്ല. കാരണം എന്താണെന്നറിയോ, ഈ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആൾക്കാരാ. അവർക്ക് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ഒക്കെ മനുഷ്യനായിട്ട് കാണാനുള്ള കഴിവുണ്ട് മോനെ, നിന്നെ പോലെയല്ല. അതുകൊണ്ട് നിന്നെ പോലുള്ള കൃമികള് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട കേട്ടോ. അങ്ങനെ ഇസ്ലാമിനെ എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടൊന്നല്ല, അതെല്ലാരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായല്ലോ? നീ മനസ്സിലായിക്കോ. എന്ത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഒരു പ്രയോറിറ്റി അല്ല ഈ നാടും സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം. ഓക്കെ, നീയാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ചെണ്ടയാവുന്നത് ആരാണെന്നുള്ളത് നിന്നെ പോലുള്ള ഊളകളെ ആവുള്ളൂ. അത് പ്രത്യേക മതത്തിനെയൊന്നും നീ ബന്ധപ്പെടുത്തണ്ട. നിന്നെ പോലെ വിവരമില്ലാതെ സംസാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചെണ്ടയായി എന്നൊക്കെ വരും. അതിനൊരു മതത്തിനെയും നീ ബന്ധപ്പെടുത്തണ്ട. ഒരു മതപണ്ഡിതന്മാരും നിന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം മതപണ്ഡിതന്മാർക്കൊക്കെ മതത്തിനെ പറ്റി നല്ലോണം അറിയാം, ഏത് മനുഷ്യനെ പറ്റിയും നല്ലോണം അറിയാം. ഭഗവത്ഗീതയായാലും ഖുറാനായാലും ബൈബിളായാലും ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് മോനെ. മനുഷ്യനാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാവരെയും മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക. ഏത് മതത്തെ ആയാലും നമ്മുടെ മതത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ള മതത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? മതക്കാരെയും നമ്മൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേ അവരെ നമ്മൾ എന്ത് ചെയ്യുക? അപമാനിക്കാതിരിക്കുക. പിന്നെ എല്ലാവരെയും നമ്മൾ സഹോദരനായിട്ട് കാണുക, മനുഷ്യനായിട്ട് കാണുക. ഇതാണ് ഭഗവത്ഗീതയായാലും ബൈബിളായാലും അല്ലെങ്കിൽ ഖുറാനായാലും പറയുന്നുള്ളൂ. പിന്നെ അതിനെ മാറ്റി പറയുന്നത് നിന്നെ പോലുള്ള ഊളകളാണ്. അതുകൊണ്ട് ചെണ്ടയാവാതിരിക്കാൻ നീ ശ്രമിക്കുക. ഓക്കെ, നിന്റെ തോന്നിയവാസം വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല ഇതെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ചെണ്ടയാവാതെ നീ സൂക്ഷിച്ചാൽ മതി. അപ്പൊ മനുഷ്യനായിട്ടിരിക്കുക, മനുഷ്യനായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരോടുകൂടി എല്ലാവരെയും ഒരുപോലെ കണ്ട് സന്തോഷവാനായിട്ട് ജീവിക്കുക. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങൾ കേൾക്കുന്നതാണ്. ഇനി നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായവും കമന്റൊക്കെ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഞാൻ അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു.